എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വർഷം പിന്നിട്ട വേനൽക്കാലം അതികഠിനമായിരുന്നു. തീമഴ പോലെ പൊരിഞ്ഞ വേനൽക്കാലത്ത് നാം ഒട്ടേറെ ദുരിതങ്ങൾ അനുഭവിച്ചു. ഏതാണ്ട് വേനൽക്കാലത്തും വേനൽ മഴകളും അതുകൊണ്ട് ഈ വർഷം അതൊന്നുമില്ലാതെ വേനൽ മാത്രം പൊരിഞ്ഞ വേനലായിരുന്നു. ദിവസവും പൊരിഞ്ഞ വെയിലിൽ നാം എല്ലാം കഷ്ടത ധാരാളം അനുഭവിച്ചു. ഈ വർഷം മെയ് മാസം 25 കൂടിയാണ് അതികഠിനമായിട്ടുള്ള മഴ. നമ്മുടെ കാലവർഷം വന്നു എന്നെല്ലാം പത്രങ്ങളിലൊക്കെ ഉദ്ഘോഷിച്ചെങ്കിലും കാലവർഷം ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. ആ ഒരു 4-5 ദിവസം ഒരു ന്യൂനമർദ്ദമായിട്ട് ഭീകരമായിട്ടുള്ള വെള്ളപ്പൊക്കമൊക്കെ കേരളത്തിലുണ്ടായി. ഈ വർഷം വരാൻ പോകുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട തിരുവാതിര ഞാറ്റുവേല പകൽ സമയമാണ് പുലരാൻ പോകുന്നത്. അതിനാൽ തന്നെ പ്രായേണ മഴ കുറവായിരിക്കും. അങ്ങനെയാണ് സാധാരണ അനുഭവത്തിൽ കണ്ടേക്കണേ. ഈ വർഷവും പകൽ നേരത്താണ് ഞാറ്റുവേല പുലരുന്നത്. അതിനുശേഷം വരാൻ പോകുന്ന പുണർതം പൂയ ഞാറ്റുവേല സമൃദ്ധമായ മഴയായിരിക്കും. കനത്തമായ വെള്ളപ്പൊക്കത്തിന് വളരെയധികം സാധ്യതയുണ്ട്. മാത്രമല്ല, കാരണവന്മാർ പറയാറുള്ള 99 വർഷം ഭീകരമായിരുന്നു. ഭയങ്കര വെള്ളപ്പൊക്കം കേരളം മുഴുവൻ ദുരിതങ്ങൾ അനുഭവിച്ചതായിരുന്നു. അതിൻ്റെ 100ാമത്തെ വർഷമാണ് മലയാളത്തിലെ കൊല്ലവർഷം. 1199 ഈ വർഷം. പഞ്ചാംഗത്തിൽ അത് വൃത്തിയായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് അച്ഛൻ എന്നെ പഞ്ചാംഗം നോക്കാൻ പഠിപ്പിക്കുന്ന കാലത്ത് പറഞ്ഞിരുന്നു, 99 വർഷത്തിന് ഒരു പറ വർഷം ആയിരുന്നു അടയാളപ്പെടുത്തിയിരുന്നത്. ഒരു പറ, 2 പറ, 3 പറ, 4 പറ, 5 പറ, 6 പറ, ഇങ്ങനെയാണ് വർഷക്കാലത്തിനെ പഞ്ചാംഗത്തിൽ അടയാളപ്പെടുത്തി കാണിക്കുക. അങ്ങനെ ഈ ഒരു പറ വർഷം 99 ഒരു പറ വർഷമായിരുന്നു. അന്ന് ഭീകര മഴയായിരുന്നു, വെള്ളപ്പൊക്കം ഉണ്ടായി, പ്രളയം ഉണ്ടായിരുന്നെല്ലാം അച്ഛൻ പറഞ്ഞു തന്നിരുന്നു. അതിങ്ങനെ ശ്രദ്ധാപൂർവം വീക്ഷിച്ച് ഞാൻ എല്ലാ വർഷവും ഈ പഞ്ചാംഗം ശ്രദ്ധിക്കാറുണ്ട്. ഒരു പറ വർഷം എൻ്റെ അറിവിൽ വന്നത് 2013 ഒരു പറ വർഷമായിരുന്നു. അന്ന് കർക്കിടക മാസത്തിലെ വാവുബലി ആലുവ മണപ്പുറം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. എല്ലാവരും വാവ് തർപ്പണം നടത്തി, പിതൃതർപ്പണം നടത്തിയത് റോട്ടിലായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു 2018 ആ പൊരിഞ്ഞ കാലവർഷക്കാലത്ത് പ്രളയം. സർവത്ര വെള്ളമായിരുന്നു. ആലുവയും ചാലക്കുടിയെല്ലാം ജനങ്ങൾ അനുഭവിച്ച ദുരിതം പറഞ്ഞാൽ തീരില്ല. എല്ലാ ഗ്രാമപ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ വെള്ളത്തിൽ മുങ്ങി വളരെയധികം കഷ്ടമായി. ട്രാൻസ്ഫോർമറുകളൊക്കെ മുങ്ങി, വെള്ളം, വെളിച്ചം, ഇതെല്ലാം ഒരു 4-5 ദിവസം ആളുകളെല്ലാം കഷ്ടതയിൽ അനുഭവിച്ചു. അതുപോലത്തെ ഒരു വർഷക്കാലമാണ് പുലരാൻ പോകുന്നത്. ഈ വർഷം ഒരു പറ വർഷമാണ് പഞ്ചാംഗത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പുണർതം പൂയ ഞാറ്റുവേലകളിൽ, അതായത് ജൂലൈ 5 മുതൽ ആഗസ്റ്റ് 5 വരെ ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പൊരിഞ്ഞ മഴ നമുക്ക് അനുഭവത്തിൽ വരും. അതിന് വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം നാം നടത്തണം. അപ്രതീക്ഷിതമായിട്ടാണ് ഈ മഴ വരിക. കേരളം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല. അതിഭീകരമായിട്ടുള്ള മഴയെ കാത്തിരുന്ന് കാണേണ്ടി വരും. ഞാൻ മാലേലി മോഹനൻ നമ്പൂതിരി, അമ്പലക്കുളങ്ങര ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. കാരണവന്മാർ പറഞ്ഞു തന്നേക്കുന്ന അനുഭവത്തിലാണ് ഞാൻ ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.